ദിവസങ്ങൾ നമുക്കൊക്കെ ഇഷ്ടമാണല്ലേ, സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങൾ. അപ്പോൾ ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക, ചിന്തിച്ചിട്ടുണ്ടോ? ആഘോഷങ്ങളുള്ള ദിവസങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ സീസൺ ആണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഇസ് എ ഫെസ്റ്റീവ് സീസൺ, ഇറ്റ് ഇസ് എ സീസൺ ഓഫ് സെലിബ്രേഷൻസ്. പ്രത്യേകതകളുള്ള ദിവസമാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ്സ് എ സ്പെഷ്യൽ ഡേ. തീർച്ചയായും വിഷു ഒരു സ്പെഷ്യൽ ഡേ ആണ്, പ്രത്യേകിച്ചും മലയാളികൾക്ക്. ആൻഡ് വിഷു ഈസ് എൻ സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ഉചിതം വിഷു ഈസ് എൻ ഓസ്പിഷ്യസ് ഡേ എന്ന് പറയുന്നതാണ്. സോ ഓസ്പിഷ്യസ് ഈസ് എ ന്യൂ വേർഡ് ഫോർ യു ഇൻ കേസ് യു ഡിഡ് നോട്ട് നോ ഓൾറെഡി. വിഷുവിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ, പ്രത്യേകതകളുള്ള ദിവസം, അബണ്ടൻസ് എന്നുള്ളൊരു അർത്ഥവും ഓസ്പിഷ്യസ് എന്ന വാക്കിൽ നിന്നുണ്ട്. സോ വിഷു ഈസ് എ വെരി ഓസ്പിഷ്യസ് ഡേ. ഈ ഓസ്പിഷ്യസ് ഡേയിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹിന്ദു കലണ്ടർ അനുസരിച്ച് ഇറ്റ്സ് എ ഫസ്റ്റ് ഡേ ഓഫ് ദ ഫസ്റ്റ് സോളാർ മന്ത് ഓഫ് മേടം. മേടത്തിൻ്റെ ഫസ്റ്റ് സോളാർ മാസത്തിലെ ആദ്യത്തെ ദിവസമാണ് വിഷു. അപ്പോൾ നമുക്കൊരു പുതിയ തുടക്കമാണ്. ഈ പുതിയ തുടക്കങ്ങളുടെ ഗുണം എന്താണെന്നറിയാമോ? ഈ പുതിയ തുടക്കങ്ങൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാറ്റി ചിന്തിക്കാനും പുതിയതായി ഇനീഷ്യേറ്റ് ചെയ്യാനും ഒക്കെയുള്ളൊരു അവസരമാണ്. അപ്പോൾ ഈ വിഷു വളരെ ഓസ്പിഷ്യസ് ആണ്. അതിനെ ഒന്നുകൂടി സ്പെഷ്യൽ ആക്കാൻ വേണ്ടി വാട്ട് വി ക്യാൻ ഡു ഇസ്, നമുക്ക് മടിയൊന്നുമില്ലാതെ ഇംഗ്ലീഷ് എന്ന ഭാഷ ഉപയോഗിച്ച് ശീലിക്കാം. ഭാഷ ഉപയോഗിച്ചാലല്ലേ നന്നാവുകയുള്ളൂ. അപ്പോൾ വിഷുവിനെ പോലെ ഒരു സ്പെഷ്യൽ ദിവസമുള്ളപ്പോൾ നമ്മളത് ഉപയോഗിക്കണ്ടേ? സോ ഹിയർ ഇറ്റ് ഈസ്. വേറെ ഒന്ന് രണ്ട് കാര്യം എന്താണെന്നറിയാമോ? വിഷുവിൽ നമ്മൾ കണ്ണ് പൊത്താറുണ്ട്. കണ്ണ് പൊത്തിയാണ് കുട്ടികളെ കൊണ്ടുപോയി രാവിലെ വിഷുക്കണി കാണിക്കുന്നത്. വിഷുക്കണി കാണിക്കുന്നതിൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുക, നിറച്ച് നിറവുണ്ടാവുക എന്നതിന് വേണ്ടിയിട്ടാണ്. സോ അതിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗമാണ് സോ ദാറ്റ് യു ക്യാൻ ഹാവ് അബണ്ടൻസ്. ആവശ്യത്തിൽ കൂടുതൽ, എന്ത് വേണമെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാവുക. അബണ്ടൻസ് ഓഫ് ഹാപ്പിനെസ്, അബണ്ടൻസ് ഓഫ് കൈൻഡ്നെസ്. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെയാണ് നമ്മൾ വെക്കുന്നത്, സ്വർണം വയ്ക്കാറുണ്ട്. സോ ദാറ്റ് ലൈഫിൽ നിറവും സമൃദ്ധിയും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ദെയർ ദ വേർഡ് ദാറ്റ് യു ക്യാൻ യൂസ് ഇസ് അബണ്ടൻസ്. Another thing that I'd like to speak about is നമ്മൾ കണ്ണ് പൊത്തിയല്ലേ കൊണ്ടുപോകുന്നത്. കണ്ണ് പൊത്തി കൊണ്ടുപോവുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ വീട്ടിൽ പ്രായം ഏറ്റവും കൂടിയ ആൾ കണ്ണ് പൊത്തി കൊണ്ടുപോകും അല്ലേ? വി വിൽ ടേക്ക് ദ ചിൽഡ്രൻ ആൻഡ് അതർ ഫാമിലി മെമ്പേഴ്സ് ബ്ലൈൻഡ് ഫോൾഡഡ്. ബ്ലൈൻഡ് ഫോൾഡഡ് എന്ന വാക്ക് നമുക്ക് കുറച്ചുകൂടി പരിചിതമാണ്, നമുക്കറിയാവുന്ന വാക്കാണ്. പിന്നെ പാരമ്പര്യമായിട്ട് എന്നുള്ളൊരു വൊക്കാബുലറിയും നമ്മൾ സെലിബ്രേഷൻസിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഇംഗ്ലീഷാണ് ട്രഡീഷണലി. എന്താണ് ട്രഡീഷണലി? പ്രായം കൂടിയ ആൾക്കാരോ, വീട്ടിലെ പ്രായം കൂടിയ ആൾക്കാർ, ദി എൽഡർ അല്ലെങ്കിൽ ദി എൽഡേഴ്സ് ഇൻ ദ ഫാമിലി. എന്തായാലും ഈ വിഷുവിന് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് ഒരു പുതിയ തീരുമാനമാക്കി മാറ്റുക, ഇംഗ്ലീഷ് എന്ന ഭാഷ ഉപയോഗിക്കുക. ഈ വിഷുവിന് എല്ലാവർക്കും ഒരുപാട് നിറവും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ. കൂട്ടത്തിൽ നമ്മൾ വിഷുവിന് വേണ്ടിയിട്ട് എല്ലാവർക്കും മെസ്സേജസ് അയക്കുമല്ലോ, സ്ഥിരമുള്ളതാണല്ലേ ഹാപ്പി വിഷു. അതിന് പകരം കുറച്ചുകൂടി വാക്കുകൾ ഉപയോഗിച്ച് വ്യത്യസ്തമായിട്ടുള്ള മെസ്സേജസ് അയക്കുക. വിഷ് യു എ ലോട്ട് ഓഫ് അബണ്ടൻസ് ദിസ് വിഷു. മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ ദിസ് വിഷു. മേ യു ഹാവ് എ പ്രോസ്പെറസ് ഇയർ ദിസ് വിഷു. വിഷ് യു ആൻഡ് യുവർ ഫാമിലി എ വെരി പ്രോസ്പെറസ് ആൻഡ് ഹാപ്പി വിഷു. അങ്ങനെ ഒരു കൂട്ടം കുറച്ച് കാര്യങ്ങൾ ഇത് നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമുക്കിതൊക്കെ ഈ വാക്കുകളൊക്കെ പരിചിതവും ശീലവുമാവും. Wish you a very prosperous Vishu. May you have a lot of abundance this year, and may you be able to improve your English speaking skills. May you have opportunity to try out the language. Keep watching Surya Simple English.